ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ടേക്ക്. ഇന്നിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ വർക്ക് വന്നിട്ട് ലെതർ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഇത് ഫോക്സൺ ലെതർ ഷീറ്റാണ്. അപ്പോൾ ഇതുപോലൊരു പീസ് എടുക്കുക, ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ പകുതി ഭാഗത്തോളം ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ നല്ല മുറിയുന്ന ഒരു കത്രിക വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അറിയാമല്ലോ, കട്ട് ചെയ്തിട്ട് മൊത്തത്തിൽ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ കുട്ടി 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 കട്ടുകൾ ഇട്ട് കൊടുക്കുക. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, കാണാൻ ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്കിത് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കുമൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പേപ്പർ വെച്ച് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാറില്ലേ, സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഇതുപോലെ നമുക്ക് റോൾ ചെയ്ത് കൊടുത്താൽ ഈ ഒരു സംഭവം കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് വലിയ ഫ്ലവറാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുക്കുന്നുണ്ട്. അതായത് ഒരേപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ, ആദ്യമേ അതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ച് വരിക. എന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് വീണ്ടും നമുക്ക് പശ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചാൽ നന്നായിട്ട് ഇരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒട്ടുന്ന ഏത് പശ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. എൻ്റെ ഗ്ലൂ തീരാറായി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. 2 ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു 2 ഭാഗവും കൂടി ചിലപ്പോൾ ചേർത്തൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. മൊത്തത്തിൽ ഒട്ടിക്കണം എന്നില്ല. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തിട്ട് നമുക്ക് ഹെയർ ബോയിലോട്ടോ അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു പേഴ്സ് മേക്ക് ഓവർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഞാനൊരു ഷോ ബട്ടൺ ചെയ്തേക്കുന്നത് സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഒരു കുഞ്ഞ് ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിന്ന് ഹെയർ ബോയിലോട്ട് വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് പെറ്റൽസൊക്കെ മേക്ക് ചെയ്ത് അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു മെത്തേഡ് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ കുറേ പേരും കാറ്റലോഗ് നോക്കിയിട്ട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ ലെതർ ഷീറ്റ്, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. നമുക്കിതുപോലെ ഹെയർ ബോളൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പേഴ്സോ അങ്ങനെയുള്ളത് കേട്ടോ, ലെതറാണ്. അപ്പം നമുക്ക് പേഴ്സ്, ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. രസമില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ആ ഒരു വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ ക്യാമറയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നേരിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇനി ഞാൻ ഗോൾഡ് കളർ ഷീറ്റും കൂടി എടുക്കുന്നുണ്ട്, 2 ലീഫും കൂടി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് മാച്ചായി പോകുന്ന ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ആൻറ്റിക് കളറാണ് എടുത്തേക്കുന്നത്. ആദ്യം ഞാൻ ഓർത്തു ബ്ലാക്ക് ചെയ്ത് കൊടുക്കാമെന്ന്, പക്ഷേ ബ്ലാക്കിനെക്കാട്ടി കുറച്ചും കൂടി ഭംഗി ഉണ്ടാവില്ലേ, കുഞ്ഞു വാവക്കൊക്കെ നമുക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു കളർ എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കതിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്കിതുപോലെ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺ കറക്റ്റ് വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് കിട്ടും. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യുക, കറക്റ്റ് വരും എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവുക കേട്ടോ. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് യൂട്യൂബിന് മനസ്സിലാവുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പാണോ അല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലീഫ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 2 ലീഫോ 3 ലീഫോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഭംഗി തോന്നുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പോളനും കൂടി ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ചേർത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഒരു ടൈപ്പ് പോളൻ കിട്ടത്തില്ലേ, സെയിം അതാണ് കേട്ടോ. അതിൻ്റെ ആ ഒട്ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇളക്കി കളഞ്ഞിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലീഫാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് ഇതിൻ്റെ അകത്തേക്ക് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ലീഫ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ക്യാൻവാസിൻ്റെ ഷീറ്റും കൂടെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ക്യാൻവാസിൻ്റെ ഷീറ്റ് ഒട്ടിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് ഒട്ടണമെങ്കിലും ഗ്ലൂ ഗൺ ഉപയോഗിക്കാം. അപ്പോൾ മറ്റതിങ്ങനെ ഒത്തിരി ഇങ്ങനെ ചുറ്റുള്ളത് കൊണ്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ പൊന്തി നിൽക്കാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മറ്റേ പശ വെച്ചിട്ട് ഒട്ടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. രസമുണ്ടോ? എനിക്കിഷ്ടപ്പെട്ടു. സെൻറ്റർ ക്ലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ.
അപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുഞ്ഞുവാവൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാനിത് ബോയിലോട്ട് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ബ്ലാക്ക് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ബോ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അടിയിൽ കൂടി ക്യാൻവാസിൻ്റെ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിൻ്റെ അകത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഹെയർ അക്സസറീസ് മേക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു വർക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40 രൂപ തൊട്ട് മുകളിലോട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ സെൻറ്ററിലും കൂടി ഒരു കുട്ടി സ്റ്റോൺ വെച്ച് കൊടുത്തിട്ട് ഭംഗി ഉണ്ടാവുമെന്ന് തോന്നിയിട്ട് അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഗ്ലൂഗണിൻ്റെ സ്റ്റിക്ക് കഴിയാറായിട്ടുണ്ട്. അതാണിങ്ങനെ വീഴാൻ കുറച്ച് പാട്. അപ്പോൾ ഈ സ്റ്റോൺ ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടുന്ന വേറെ ഏതെങ്കിലും പശ യൂസ് ചെയ്യാം. ഗ്ലൂഗൺ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി പോരും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തത് അത് വെച്ച് ആയതുകൊണ്ട് അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.